ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. ഇതേ ഈ വീട് അവിടെ നിന്ന് വെയിലടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ബ്ലറിങ് ഉണ്ട്. ഈ ഒരു 2-3 സെക്കൻഡും കൂടി ഉള്ളു. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇത് വൻ വിലക്കുറവുള്ളൊരു വീടാണ്ട്. അധികം പഴക്കവും ഇല്ല. ഫുൾ ഫർണിച്ചർ അടക്കമാണ്. എല്ലാ ഫർണിച്ചറും അതെല്ലാം തേക്കാണ്ട. അതായത് എല്ലാ റൂമും AC. അതായത് ലോ ബഡ്ജറ്റിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വീടാണിത്. അല്ല, ഇനി ഇവിടെ നിന്ന് ഞാൻ ഈ കോർണറിൽ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. പേരൊക്കെ ഞെട്ട് അത് കടക്കൽ വരെയും കാഴ്ച എടുക്കുന്നത്. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു വീടാണ്. ഈ വീടിൻ്റെ ഒരു ലുക്ക് കണ്ടോട്ടാ. കണ്ട നല്ല വെറൈറ്റി വീട്. അതായത് നല്ല ന്യൂ മോഡല് നല്ല പക്കയ്ക്ക് പണിതേക്കുന്ന ഒരു വീട്. ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാർ പോർച്ച് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനുള്ള. കാരണം അതേകൂട്ട് 2950 സ്ക്വയർ ഫീറ്റ് ആണ്. അത് ലക്ഷറി ടാക്സ് അടക്കണ്ട. അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്യണ്ട അടിപൊളി ഒരു സിറ്റ് ഔട്ട്. അത് ഈ വീടിൻ്റെ അകത്തോട്ട് കയറി കണ്ടപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വന്ന് കയറി താമസം മതി. ഫർണിച്ചർ അടക്കം എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നാൽ മതി. ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. ഇത് കണ്ട, ഇതാണ് നിങ്ങൾക്ക് കയറി വേണം നിങ്ങളുടെ ലിവിങ് ഏരിയ ഇനി കാണണം. വേണ്ട സ്റ്റെയർ കേസ് കണ്ട, ആർച്ച് സ്റ്റെയർ കേസാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങളെ ഏരിയ ഒന്ന് കണ്ടോട്ടാ. കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. കണ്ട പക്കാ ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണം. അത് ഒരേ കാര്യങ്ങൾ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ നല്ല പക്കയ്ക്ക് ഫിനിഷ് ചെയ്തേക്കണം. നല്ല അടിപൊളി ഒരു വീട്. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെയാണ് വെച്ചേക്കണം. ഇനി ഇപ്പുറത്ത് അടുത്ത ലിവിങ് ഏരിയ. അതായത് ഇവിടെയാണ് TV സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. ഇവിടെയാണ് ഇപ്പം അവിടെ നിന്ന് നമുക്ക് സംസാരിക്കണം. ഗസ്റ്റ് ആരെങ്കിലും വന്ന് അവിടെ നിന്ന് സംസാരിക്കണം. നമുക്ക് ഇവിടെ നിന്ന് TV കാണാം. അങ്ങനെ എല്ലാ സൗകര്യവും കണ്ടറിഞ്ഞ് ചെയ്തേക്കണം. ഇതിൻ്റെ കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ പാകം ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാം. അത്രയും സെറ്റപ്പിലുള്ളൊരു വീട് കണ്ട. കുക്കിംഗ് റേഞ്ച് കാര്യങ്ങളെല്ലാം. എന്നാലും നിങ്ങൾ ഒരു സാധനം കൊണ്ടുവരണ്ട. അതായത് നിങ്ങൾ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അത്രയും സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കുന്ന വീട്. നിങ്ങൾ സെക്കൻഡ് കിച്ചൺ. ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടിട്ടാ. ഞാനതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ. നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്.